കർത്താവിന് മഹത്വം. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിന്റെ കരുണയും കരുതലും ഓർത്തോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. പോവെങ്കിലെ സന്തോഷം എപ്പോഴും നമ്മുടെ ബലമായിരിക്കണം. അവരുടെ പ്രവൃത്തികളെ നോക്കാൻ ദൈവം നമ്മളെല്ലാം ഇടയാക്കണം. അവരുടെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അനവധി അനർത്ഥങ്ങളും കഷ്ടങ്ങളും കാണുമാറാക്കിയവൻ നമ്മളെ വീണ്ടും ജീവിപ്പിക്കും, തിരികെ കയറ്റും. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സഹോദരങ്ങളെ, ദൈവത്തിൽ പ്രത്യാശ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഉറയ്ക്കും, പതറത്തില്ല. ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളെ കണ്ട് പതറിപ്പോകാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന ഉറപ്പ് നമ്മുടെ അകത്ത് ഉണ്ടാവണം. വചനം പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, ആ ദിവസം വരെ കാക്കുവാൻ അവിടുന്ന് ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ ധൈര്യത്തോടെ മൂവ് ചെയ്യാൻ ഇടയാവണം. എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താൻ ഇടയാവണം, സന്തോഷത്തിലും സന്താപത്തിലും. പൗലോസിനോടൊക്കെ ചോദിച്ച പൗലോസ് പറയും, ഞാനും എന്റെ കർത്താവും തമ്മിലുള്ള ബന്ധത്തിന് വിഘാതം വരുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇനി ഉയരമോ ആഴമോ ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിൽ അതിനുപോലും സാധ്യമല്ല. ഞാൻ ക്രിസ്തു മുഖാന്തരം പൂർണ്ണ ജയം ഇതിലൊക്കെ പ്രാപിച്ചിരിക്കും. അതുകൊണ്ടാണ് കാരാഗ്രഹത്തിലോ അവർ ദൈവത്തെ ആരാധിച്ചത്. കാരണം കാരാഗ്രഹമോ പ്രതിസന്ധിയോ ഒന്നും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരെ പുറകോട്ട് കൊണ്ടുപോയില്ല. ഇന്ന് പകലും വചനത്തിന് വിളിച്ചു പറയാനുള്ളത്, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും വരുന്ന പ്രതിസന്ധി അനുസരിച്ചല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും കാൽവറിയിലൂടെ നമ്മളെ വീണ്ടെടുത്ത ആ മഹാസ്നേഹമോർത്താൽ നന്ദി പറയാൻ നമുക്ക് കഴിയണം. ദൈവത്തെ ആരാധിക്കാൻ കഴിയണം. ദൈവം മുമ്പാകെ നമ്മുടെ വിഷയങ്ങളെ ഏൽപ്പിക്കാൻ തയ്യാറാവണം. അവിടുന്ന് സർവശക്തിയുള്ള ദൈവമാണ്, ഉന്നതനായ ദൈവമാണ്, ഉയർന്നിരിക്കുന്ന ദൈവമാണ്, വീര്യം പ്രവർത്തിക്കുന്ന ദൈവമാണ്. കുറുകിപ്പോകാത്ത ആ കരത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ സുപരിതമായൊരു വാക്യം, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്ത് പോകയില്ല. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനും, സൃഷ്ടിക്കപ്പെട്ട യാക്കോബാണെങ്കിലും ആ യാക്കോബിനെ ദൈവം ഒന്ന് നിർമ്മിച്ചു, രൂപപ്പെടുത്തി, രൂപാന്തരം വരുത്തി, മിനുസപ്പെടുത്തി, ഫിനിഷിംഗ് വർക്കിലേക്ക് കൊണ്ടുവന്ന് ഇസ്രായേലാക്കി മാറ്റി. എന്നിട്ട് പറയുന്നു, ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്തിനുള്ളതിനെ ദൈവം അറിയും. ദൈവത്തിനുള്ളതിനെ ദൈവം സൂക്ഷിക്കും. ദൈവത്തിനുള്ളതിനെ ദൈവം കരം പിടിച്ചു നടത്തും. ദൈവത്തിനുള്ളതിനെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മറയ്ക്കും. എന്നിട്ട് അടുത്ത ഭാഗം നമ്മൾ ശ്രദ്ധിക്കോ, നീ വെള്ളത്തിൽ കൂടെ കടക്കും, കടക്കത്തില്ലെന്നല്ല, കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടെ. അതുകൊണ്ട് ദാവീദ് ഒരിടത്ത് പറയുന്നു, കൂരിരുൾ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും നടക്കേണ്ടി വന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടത്തില്ല, കാരണം യഹോവയായ ദൈവം നല്ല ഇടയൻ എന്റെ കൂടെയുണ്ട്.
ആർക്കും ഇറങ്ങി വരാൻ പറ്റാത്ത മരണത്തിന്റെ താഴ്വരകളിൽ ഇറങ്ങി വരുന്ന ഒരിടയനെ ദാവീദിനറിയാം. സ്തോത്രം. ഇവിടെ പറയുന്നു, നീ വെള്ളത്തിലൂടെ കടക്കും, പക്ഷേ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്ന കാര്യം, നീ നദികളിലൂടെ കടക്കുമ്പോൾ അത് മീതെ കവിയുകയില്ല. ദൈവം അതിന് അതിര് വെച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. തിരകൾ എത്ര അലച്ചാലും, യരെമ്യാപ്രവചനത്തിൽ വായിക്കുന്ന പോലെ, അത് സാധിക്കുകയില്ല. കാരണം ദൈവം അതിന് അതിര് വെച്ചിട്ടുണ്ട് മണല് കൊണ്ട്. മനസ്സിലായോ? പിന്നെന്തിനാണ് ഭയപ്പെടുന്നത്? പ്രതികൂലങ്ങളിലൂടെ കടക്കുമ്പോൾ നീ മുങ്ങിപ്പോകത്തില്ല, മീതെ കവിയാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം ചെയ്യാൻ ഈ സമയം തയ്യാറാകട്ടെ. അടുത്തത്, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകും. നടക്കും. യഥാർത്ഥത്തിൽ മനുഷ്യനായിട്ട് നടക്കാൻ പറ്റില്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ നടക്കുമ്പോഴും അതിനകത്ത് വെന്തുപോകാനോ തകർന്നു പോകാനോ ദൈവം അനുവദിക്കില്ല. കാരണം ദൈവം നിന്റെ കൂടെ ഇറങ്ങി വരും. അക്ഷരാർത്ഥി നോക്കിയ ശദ്രക് മേശക് അബേദ്നെഗോവും തീച്ചൂളയിലകത്തേക്ക് എറിയപ്പെട്ടില്ലേ? കടുത്ത ചൂടല്ലേ? പക്ഷെ അവർക്ക് എന്തെങ്കിലും പറ്റിയോ? കെട്ടപ്പെട്ടവരായിട്ടെങ്കിലും കെട്ടഴിഞ്ഞവരായി അവർ തീച്ചൂളയ്ക്കകത്ത് നടക്കുന്നത്. നാലാമതൊരുത്തനോട് ഇറങ്ങി വന്നു നിവക്കനേസർ ഭ്രമിച്ചു പോയില്ലേ? ആ രൂപം ദൈവപുത്രന്റെ രൂപം പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? സഹോദരങ്ങളെ, നിങ്ങൾ തീച്ചൂളയ്ക്കകത്തൂടെ പോകുമ്പോൾ ഒറ്റയ്ക്കല്ല, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വെന്തുപോകില്ല, ചാമ്പലാകും എന്ന് പറയുന്ന, ഇനിയും ഇവിടെ നിന്ന് എഴുന്നേൽക്കത്തില്ലെന്ന് പറയുന്ന സമൂഹത്തിന്റെ നടുവിൽ നീ തീക്കകത്തൂടെ നടന്നാൽ അതിനകത്തും നിന്നെ ക്ഷേമത്തോടെ നടത്തുന്ന, പോറലേൽക്കാതെ പുറത്തു കൊണ്ടുവരുന്ന, നോക്കി നിൽക്കുന്നവർ കാണെ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം മറ്റുള്ളവർ കൂടെ നിന്റെ വേദനയുടെയും കഷ്ടങ്ങളുടെയും നടുവിൽ വെളിപ്പെട്ട് കിട്ടുന്ന സമയം കൂടെ ആയിരിക്കുമെന്ന് മറന്നു പോകരുത്. സ്തോത്രം. അഗ്നിജാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നിന്റെ ദൈവവും പരിശുദ്ധനായ യഹോവ നിന്റെ രക്ഷകൻ. കേട്ടോ, പരിശുദ്ധനായ ദൈവം, സർവശക്തനായ ദൈവം, ഉന്നതനായ ദൈവം, രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നത് കൊണ്ട് നീ പോകുന്ന പ്രതികൂലങ്ങൾ, തീച്ചൂളയുടെ അനുഭവങ്ങൾ, പ്രതിസന്ധികളിൽ മുങ്ങിപ്പോകില്ല, തീർന്നു പോകില്ല, അത് നിന്റെ മേൽ കവിയുകയില്ല. ഇവിടെ ഒരു വലിയ ജയമുണ്ട്. കാരണം ദൈവത്തിനുള്ളതിനെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൂക്ഷിച്ചു നിർത്തുന്ന, പരിപാലിക്കുന്ന, ശക്തീകരിക്കുന്ന, അവരെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. പറ, ഞാനും എന്റെ കുടുംബം ദൈവത്തിനുള്ളതാ, ഞാൻ ദൈവത്തിന്റെ വകയാ. അഭിഷക്തന്മാരെ പറ, നമ്മൾ ദൈവത്തിന്റെ മക്കളാ. അങ്ങനെയെങ്കിൽ ഒരു ശക്തിയും നമ്മുടെ മീതെ കവിയുകയില്ല, ഒരു പ്രതികൂലവും നമ്മളെ ഓവർകം ചെയ്യില്ല. സകലത്തെയും ചവിട്ടി മെതിച്ച് മുൻപോട്ട് പോകാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. സൂക്ഷിക്കുന്നവനും രക്ഷിക്കുന്ന വീരനും നമ്മുടെ മധ്യ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ ജനം ഒരു നാളിൽ ലജ്ജിച്ചു പോകുകയില്ല, ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് പകൽ ചിലരെ ധൈര്യപ്പെടുത്തുകയാ. നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ ആഴമുള്ളതാ, പക്ഷേ സർവശക്തൻ നിങ്ങളോട് കൂടെയുണ്ട്. സ്വർഗം സിംഹാസനമായി ഭൂമി പാദപീഠമായവൻ നിങ്ങളുടെ മധ്യ ഇറങ്ങി വരാൻ പോകും. യേശുവിന്റെ നാമത്തിൽ സർവശക്തിയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, വെള്ളത്തിലൂടെ കടന്നാൽ ഞങ്ങൾ മുങ്ങിപ്പോകയില്ല, നദി ഞങ്ങളുടെ പ്രാണനും ഇത് കവിയുകയില്ല. കാരണം 124 സങ്കീർത്തനം പറയുന്നത് പോലെ യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. പൊങ്ങിയിരുന്ന വെള്ളം ഞങ്ങളുടെ പ്രാണനും ഇത് കവിയാതെ അവിടെ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് പക്ഷി തെന്നിപ്പോയതുപോലെ, വഴുതിപ്പോയതുപോലെ
ഞങ്ങളെ സൂക്ഷിക്കാൻ യഹോവ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. ബൈബിളിൽ നിൽക്കുന്ന ശക്തിയുടെ വായ്ക്ക് ഇരയായി കൊടുക്കാതെ, അവർ പല്ലിനിരയായി കൊടുക്കാത്ത ദൈവം ഞങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, തീച്ചൂളിലൂടെ കടന്നുപോയാലും തീയുടെ ബലത്തെ കെടുത്തുന്ന ഒരു ദൈവം ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങൾ ധൈര്യത്തോടെ ഞങ്ങളുടെ മുൻപാകെ അടുത്തു വരുന്നു. വലിയ ദൈവപ്രവൃത്തി അവിടുന്ന് വെളിപ്പെടുത്തും. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മൂവ് ചെയ്യുക. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം, വിടുതലിന്റെ ദൈവം, സമാധാനത്തിന്റെ ദൈവം, സ്വസ്ഥതയുടെ ദൈവം. ഈ വചനങ്ങളെ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ജോമോൻ.